എവരിവൺ, ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് ഫിംഗേഴ്സിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ ചൂതമീനായിട്ട് എടുത്തിട്ടുള്ളത്. ചൂതമീൻ നമ്മൾ ഫിംഗേഴ്സിന്റെ വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ട്ടോ. അതിലോട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ പിന്നെ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തൊലി കളഞ്ഞെടുക്കുന്ന മീനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചൂതമീൻ്റെ തൊലി കളയൂലല്ലോ, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇതിനൊന്ന് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. നമ്മളിത് തൊലി കളഞ്ഞെടുക്കുന്ന മീൻ കൊണ്ടാട്ടോ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ചൂതമീൻ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളെ ഫിഷ് ഫിംഗേഴ്സ് ഓരോന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തൊക്കെ, നമ്മൾ എന്തായാലും ചൂതമീനൊക്കെ വീട്ടിൽ വാങ്ങുന്നതാണല്ലോ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ അഭിപ്രായം പറയട്ടെ.